നമസ്കാരം. VKC പ്രൈഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. നോട്ടിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ജനങ്ങൾ. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്ന് ബാങ്കുകളിലേക്കും ATMകളിൽ നിന്ന് ATMകളിലേക്കും ജനം പായുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകൾ പിൻവലിച്ചത് 1978-ൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാരായിരുന്നു. കള്ളപ്പണവും കള്ളനോട്ടും തടയാൻ ലക്ഷ്യമിട്ട് 1000, 5000, 10000 രൂപ കറൻസികളാണ് അന്ന് പിൻവലിച്ചത്. വർഷങ്ങൾക്ക് ശേഷമാണ് 1000-ന്റെ കറൻസി തിരിച്ചെത്തിയത്. വലിയ നോട്ടുകൾ പിൻവലിച്ചത് അന്ന് സാധാരണക്കാരെ കാര്യമായി ബാധിച്ചിരുന്നില്ല. എന്നാൽ വൻകിടക്കാർക്കിടയിൽ കറൻസി പിൻവലിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അന്ന് മുംബൈയിൽ കള്ളപ്പണക്കാർ 1000 രൂപ നോട്ടുകൾ 500 രൂപയ്ക്ക് വിറ്റഴിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ആഹാരത്തിന് പോലും പണമില്ലാതെ വലഞ്ഞവരുടെ ദൈന്യത്തിന് മുമ്പിൽ രാഷ്ട്രം പകച്ചു നിൽക്കുകയാണ്. അവരുടെ നടപടി പാളിപ്പോയി എന്ന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എന്നെ തൂക്കിലേറ്റു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി. ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയെ തൂക്കിലേറ്റാൻ അധികാരമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യത്ത് എത്രയോ ആളുകൾ ഇതിനകം തൂക്കിലേറ്റുമായിരുന്നു. പക്ഷെ അതിനവർക്ക് കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം. പാതിരാത്രി ഒരു രാജ്യത്ത് നിലവിലുള്ള കറൻസിയുടെ 85% പിൻവലിച്ചതിന് ശേഷം നേരം വെളുക്കുമ്പം ജപ്പാനിലേക്ക് ടൂർ പോയ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് കാണാനുണ്ടോ? സാധാരണഗതിയിൽ ഏതൊരു ഭരണാധികാരിയും ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ വിദേശത്താണെങ്കിൽ ഓടി സ്വന്തം രാജ്യത്ത് വന്ന് അവിടെ നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടുത്തെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് പാതിരാത്രി വിദേശത്തേക്ക് മുങ്ങി. ഇപ്പോൾ പറയുന്നു എന്നെ തൂക്കിക്കൊല്ലാൻ. ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. 48 മണിക്കൂറിലധികം ജനങ്ങളെ കഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഒരു ഭരണകൂടം ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ ഭരണപരിഷ്കാരം കൊണ്ടുവരുമ്പോൾ സാധാരണ ജനങ്ങളെ അത് എഫക്റ്റ് ചെയ്യാതെ നോക്കേണ്ടുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും ഗവൺമെൻറ് എടുത്തിരിക്കണം. ഗവൺമെൻറ് അതിനുള്ള എല്ലാം സജ്ജീകരിച്ചതിന് ശേഷം വേണം ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും ഇത് കള്ളപ്പണം കൊണ്ടുവരുവാനായി ഈ ഒരു മാർഗം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യാവകാശ പ്രവർത്തന നിലയിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, 643 പേരുടെ പട്ടിക വന്നു ഇന്ത്യയിൽ. കള്ളപ്പണം ആരുടെ കയ്യിലാണുള്ളതെന്ന്. ഇത്തരം പട്ടിക വന്നതിന് ശേഷവും ആ പട്ടികയിൽപ്പെട്ട ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ലല്ലോ. ആ പണം തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാവുന്നില്ല. മറിച്ച് ഇവിടെ പണം ചാക്കുകൾ കെട്ടി സൂക്ഷിക്കുകയാണ് കള്ളപ്പണക്കാർ ചെയ്യുന്നതെന്നാണ് ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബോധം. ദൈനംദിന ജീവിതാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്ന കറൻസി അപ്രതീക്ഷിതമായി അസാധുവാക്കപ്പെട്ടതോടെ പരിഭ്രാന്തരായി പരക്കം പായുന്ന ജനങ്ങളെയാണ് എല്ലായിടത്തും കാണുന്നത്. വിവാഹത്തിനും ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും തുടങ്ങി നാനാതരം ആവശ്യങ്ങൾക്ക് പണം സ്വരൂപിച്ചവരെല്ലാം നട്ടം തിരിയുകയാണ്. ബാങ്കുകളും ATMകളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും താൽക്കാലികം മാത്രമാണ്. ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച ഈ നടപടി രാജ്യതാൽപര്യത്തിന് വേണ്ടിയാണെന്ന വാദം അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകില്ല എന്നതാണ് വാസ്തവം. കള്ളപ്പണവും കള്ളനോട്ടും തടയാനാണ് 500, 1000 രൂപ കറൻസികൾ പിൻവലിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറയുന്നത്. പണം പിൻവലിക്കുന്നതിലൂടെ കഷ്ടത്തിലാകുന്നത് സാധാരണ ജനങ്ങളാണെന്നത് മാത്രം. എല്ലാവർക്കും ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകളോ ഇലക്ട്രോണിക് പണവിനിമയ സംവിധാനങ്ങളോ ഉണ്ടാകണമെന്നില്ല. ഇനി ഇതൊക്കെ ഉള്ളവരായാലും കുറച്ചൊക്കെ പണം കയ്യിൽ കരുതേണ്ടി വരും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ചെറുകിട ഇടത്തരം വരുമാനക്കാരായ ബഹുഭൂരിപക്ഷം ജനങ്ങളാണോ കള്ളപ്പണക്കാരും കള്ളനോട്ട് ഇടപാടുകാരും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അന്നന്നത്തെ ആഹാരത്തിന് വക തേടുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ മിക്കവാറും എല്ലാ കടകളും ശൂന്യമായിരുന്നു. ഒരു കട, ഈവൻ വളരെയധികം ആൾ കൂടുന്ന ചായത്തട്ടുകളിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല. കാരണം പോയി കൊടുക്കാൻ പൈസയില്ല, തിരിച്ചവർക്ക് കൊടുക്കാനായിട്ടുള്ള ചില്ലറ അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനൊക്കെ മുതലെടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ മോഡിയുടെ പ്രഖ്യാപനം വന്ന് വിത്തിൻ അവേഴ്സ് തന്നെ ഞങ്ങൾക്കൊക്കെ മൊബൈലിൽ മെസ്സേജ് വന്നു. ഈ ബിഗ് ബസാർ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മാളുകളിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ത്രൂ ഔട്ട് വർക്ക് ചെയ്യാണ്, നൈറ്റ് മൊത്തമുണ്ട്, നിങ്ങൾ ഓടി വരൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും അവിടെ മനസ്സിലാക്കുന്ന ഈ മെസ്സേജ് കിട്ടുന്നത് ഒരു പരിധി വരെയുള്ള ആൾക്കാർക്കേ അത് കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, ഇതുപോലെയുള്ള മാളുകളിൽ വീണ്ടും ആളുകൾ പോകുമ്പോൾ വീണ്ടും പറയും, നമ്മൾ ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ്സിനെ തന്നെയാണ് നമ്മൾ സഹായിക്കുന്നത്, നമ്മുടെ സാധാരണക്കാരനെ അല്ല നമ്മൾ സഹായിക്കുന്നത്. കണക്കിൽപ്പെടാത്ത പണവും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കള്ളനോട്ടും രാജ്യം നേരിടുന്ന വലിയ വിപത്ത് തന്നെയാണ് എന്നതിൽ സംശയമില്ല. കള്ളപ്പണത്തിൽ ഏറിയ പങ്കും സൃഷ്ടിക്കപ്പെടുന്നതും നിക്ഷേപിക്കപ്പെടുന്നതും അന്യരാജ്യങ്ങളിലെ അക്കൗണ്ടുകളിൽ വിദേശ കറൻസികളായാണ്.
ഏത് തുകയുടെയും കള്ളനോട്ടുകൾ അച്ചടിക്കാനും കഴിയും. പുതിയ 500 രൂപ കറൻസിക്കൊപ്പം 2000 രൂപയുടെ പുതിയ കറൻസികളും പുറത്തിറക്കുന്നത് വഴി ഭാവിയിൽ കള്ളനോട്ടുകളുടെ വ്യാപനം തടയാൻ കഴിയില്ല. ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പണം ഒഴുകുന്നത് കറൻസി ഇടപാടുകൾ വഴിയല്ല, മറിച്ച് ഇലക്ട്രോണിക് കൈമാറ്റത്തിലൂടെയാണ് എന്നത് അംഗീകരിക്കപ്പെട്ട വസ്തുത തന്നെയാണ്. നിലവിലുള്ള 500, 1000 രൂപ കറൻസികൾ മാറ്റിയെടുക്കാൻ നിശ്ചിത സമയപരിധി അനുവദിച്ചപ്പോൾ തന്നെ ബിനാമി ഇടപാടുകൾ തടയാൻ ഫലപ്രദമായ വഴിയും കണ്ടെത്തിയിട്ടില്ല. കൂടാതെ ATM കാർഡുകൾ ഉപയോഗിച്ച് പതിവ് പോലെ ഇടപാടുകൾ നടത്താനും കഴിയുന്നു. തൊഴിലാളികൾ, ശമ്പളക്കാർ, സാധാരണക്കാർ എന്നിവരാണ് യഥാർത്ഥത്തിൽ വെട്ടിലായത്. ഈ 1000, 500 നോട്ടുകൾ പിൻവലിച്ചതോടെ ഇത് കം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട് എന്ന് പറയാം. എന്നാൽ ഇത് ആരെയാണ് ബാധിക്കുന്നത്? ഇത് താഴെ തട്ടിലുള്ളവരെയാണ് കൂടുതലും ബാധിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മുകളിലുള്ളവന് പ്ലാസ്റ്റിക് മണി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർസ് ഉണ്ട്, ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അവരിതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അന്നേ താഴെത്തട്ടിലുള്ളവനാണ് കാശ് കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവരെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. ധീരമായ ഒരു നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിലൊരു ധീരമായ നടപടിയെടുക്കാൻ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ശക്തനായ പ്രധാനമന്ത്രിക്ക് കഴിയും. ഒരു നാടിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇച്ഛാശക്തിയുള്ള, തീരുമാനമെടുക്കാൻ കഴിയുള്ള, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയെ കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയെ കിട്ടിയത് ഈ രാജ്യത്തിൻ്റെ പുണ്യം എന്ന് കരുതുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. ഇത്തരമൊരു കടുത്ത നടപടി എടുക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പ്രധാനമന്ത്രി ഇത് നയം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞു കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്ന് പറഞ്ഞ് ഒട്ടുമിക്ക ആളുകളും അതിനെ സഹകരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ച് രക്ഷപ്പെടുത്തേണ്ട കള്ളപ്പണക്കാരെയെല്ലാം രക്ഷപ്പെടുത്തി ഇപ്പോൾ സത്യത്തിൽ കുടുങ്ങിയിരിക്കുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരാണ്. എങ്ങനെയെങ്കിലുമൊക്കെ അല്പസ്വല്പം ചില്ലറയൊക്കെ വീട്ടിൽ കരുതി കൂട്ടി വച്ചിരുന്ന സാധാരണ കൂലിപ്പണിക്കാരും വീട്ടുകാരും ഇപ്പോൾ അവർക്ക് ആഹാരം വാങ്ങിക്കാൻ, മത്സ്യം വാങ്ങാൻ, അരി വാങ്ങാൻ കാശ് എടുക്കാൻ സ്ഥിതിയില്ലാതെ രാവിലെ മുതൽ നമ്മുടെ രാജ്യത്തെ ATMൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു ദയനീയ സ്ഥിതി. ഇതിന് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ തിരിച്ചടി മോദി സർക്കാർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും അർദ്ധനഗരങ്ങളിലും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരും ബാങ്ക് ഇടപാടുകളിലൂടെ അല്ലാതെ ദൈനംദിന വിനിമയം നടത്തുന്നവരും കൂടുതലാണ്. കണക്കിൽപ്പെടാത്ത പണം സൂക്ഷിക്കുന്നതിനാണ് 1000ന്റെയും 500ന്റെയും നോട്ടുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ സർക്കാർ വാദത്തിന് ന്യായമുണ്ട്. റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം രാജ്യത്ത് പ്രചാരത്തിലുള്ള കറൻസിയുടെ 80% 500ന്റെയും 1000ന്റെയും നോട്ടുകളാണ്. കൂടുതൽ പ്രചാരത്തിലുള്ള നോട്ടുകൾ അടിയന്തരമായി പിൻവലിച്ചാൽ സമ്പദ് വ്യവസ്ഥ താറുമാറാകും. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. കണക്കിൽപ്പെടാത്ത പണം ഏറെ വിലസുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. അവർക്ക് ആ പണം മാറ്റിയെടുക്കാനും പുതിയ പ്രഖ്യാപനം വഴി തുറക്കുന്നുണ്ടെന്നത് മറ്റൊരു കാര്യമാണ്. കള്ളപ്പണം നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ മാർഗം ജനങ്ങളെ കുറച്ചു കാലത്തേക്ക് ബുദ്ധിമുട്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തിക ഇടപാടുകളും കച്ചവട രംഗത്തും പ്രതികൂലമായ പ്രത്യാഘാതമുണ്ടാക്കും എന്നതിൽ സംശയവുമില്ല. എന്നു മാത്രമല്ല, ഇന്ത്യൻ സമ്പദ്ഘടനയെ ബാധിച്ചിരിക്കുന്ന മാന്ദ്യത്തെ കൂടുതൽ രൂക്ഷമാക്കാനും ഈ നടപടി കാരണമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പല സെക്ടേഴ്സും കംപ്ലീറ്റ്ലി നിലച്ചിരിക്കുക. ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര പ്രതിസന്ധിയിലാണ്. അവരിപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച് തന്നെ അവർക്ക് ഓരോ ട്രക്ക് മൂവിനും 35,000 മറ്റോ അവർക്ക് ക്യാഷായിട്ട് യൂസ് ചെയ്യാം. അതുപോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പലതും എനിക്ക് തോന്നുന്നു നിലച്ചിരിക്കുക. അതുപോലെ തന്നെ മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരാണ് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും ക്യാഷ് ട്രാൻസാക്ഷൻസാണ്. അത് കടം കൊടുക്കുന്നതും തിരിച്ചു വാങ്ങുന്നതും അത് കംപ്ലീറ്റ്ലി നിലച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ അടുത്തൊരു ന്യൂസ് വന്നു, റായ്പൂരാണ് ഈ ഉരുക്കും അയൺ ആൻഡ് സ്റ്റീലിൻ്റെ ഒരു വലിയ ഒരു സെൻറ്ററാണ്. അതും അവർ പറഞ്ഞ കംപ്ലീറ്റ്ലി നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ തേയില, ജൂട്ട്, ഈ സെക്ടറിലും എല്ലാം ക്യാഷ് പേയ്മെൻറ്റാണ് നടക്കുന്നത്. കൂലി ക്യാഷായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം അവർ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകാതെ ഇങ്ങനെ ഇരിക്കുക. അതും ബഹു രസമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ RBIക്കോ ഫൈനാൻസ് മിനിസ്റ്റർക്കോ
കത്തയച്ചു കഴിഞ്ഞാൽ അതിന് പലപ്പോഴും മറുപടി പോലും കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ശാപമായി നിലകൊള്ളുന്ന കള്ളപ്പണത്തെ ചെറുക്കാൻ ഇത്ര ഫലപ്രദമായ ഒരു ചുവടുവയ്പ് നടത്താനില്ല എന്നതാണ് സത്യം. 30 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ കള്ളപ്പണത്തിന്റെ തോത്. അതായത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 20%-ലേറെ. ഭൂമിവില സാധാരണക്കാർക്ക് അപ്രാപ്യമായ നിലയിലേക്ക് ഉയരാനുള്ള പ്രധാന കാരണം കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തന്നെയാണ്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം വേഗത്തിലാക്കാനും കള്ളപ്പണം കാരണമായിട്ടുണ്ട്. 2-3 വർഷങ്ങളായി കള്ളപ്പണത്തിന് തടയിടാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ശക്തമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പണമിടപാടുകൾക്ക് പാൻ നമ്പർ നിർബന്ധിതമാക്കിയതും ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അടുത്ത ദിവസം 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫയലിൽ ഒപ്പുവെച്ചത് കള്ളപ്പണക്കാർ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കള്ളപ്പണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു. കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ തെറ്റാണ്. 1.25 ലക്ഷം കോടി രൂപ വിദേശത്തുള്ള ആളുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 40,000 കോടി രൂപ ടാക്സ് ഇനത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ മൂല്യത്തിന്റെ 30%-ലേറെയും കള്ളപ്പണം വഴിയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കെട്ടിടം, ഭൂമി, മറ്റ് സ്ഥാവര വസ്തുക്കൾ എന്നിവയുടെ ഇടപാടുകളിലൂടെ അല്ലാതെ മറ്റ് പല മാർഗങ്ങൾ വഴിയും രാജ്യത്ത് കള്ളപ്പണ കൈമാറ്റം നടക്കുന്നുണ്ട്. ഇത്തരം ഇടപാടുകളെയും സർക്കാരിന്റെ പുതിയ നീക്കം ബാധിക്കും എന്നതിൽ സംശയമില്ല. ശതകോടികൾ വായ്പയെടുത്ത് വൻകിടക്കാർ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയും റിസർവ് ബാങ്കിനെതിരെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുവദിച്ച ശതകോടികളുടെ വായ്പകൾ കിട്ടാക്കടമാകുന്നതോടെ 13 പൊതുമേഖലാ ബാങ്കുകളുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുമെന്നതിനും സംശയമില്ല. വിദേശത്തെ കള്ളപ്പണം കണ്ടെത്തുന്നതിലും കിട്ടാക്കടം ഈടാക്കുന്നതിലും വിമുഖരായ സർക്കാരാണ് നോട്ടുകൾ പിൻവലിച്ച് സാധാരണക്കാരെ വലയ്ക്കുന്നതെന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. കോർപ്പറേറ്റുകൾക്കെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും കോർപ്പറേറ്റുകൾക്ക് സൗജന്യം കൊടുക്കാറുണ്ട്. കോർപ്പറേറ്റുകൾക്ക് സൗജന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സൗജന്യം കൊടുക്കും. ഈ കോർപ്പറേറ്റുകളും സാധാരണക്കാരും സഹകരണ മേഖലയും എല്ലാം ഇന്ത്യയുടെ ഭാഗമാണ്. ഏത് ഗവൺമെൻറ്റിനും ഇത് എവിടെയാണ് കൂടുതൽ സർക്കുലേഷൻ എന്ന് തീർച്ചയായിട്ടും അറിയാം. ഇതറിയാത്ത കാര്യമല്ല. ഇവരുടെ ഹോട്ട്സ്പോട്ട്സ് എവിടെയാണ് കൂടുതൽ സർക്കുലേഷൻ അത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ദെൻ ദർ ഇസ് എ സീരിയസ് പ്രോബ്ലം വിത്ത് ഗവർണൻസ് തന്നെ. പറഞ്ഞാൽ ഇൻ്റലിജൻസ് ഗേദറിങ്ങും എല്ലാം താറുമാറാണ് എന്നർത്ഥം. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിൻ്റെ ഹോട്ട്സ്പോട്ട്സ്. എന്നാൽ ഈ ഹോട്ട്സ്പോട്ട്സിൽ തന്നെ ഈ കൗണ്ടർഫീറ്റ് നോട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ATM സ്ഥാപിക്കാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസിൽ കൗണ്ടർഫീറ്റ് കണ്ടുപിടിക്കുന്ന മെഷീൻസ് സ്ഥാപിക്കാമായിരുന്നല്ലോ. അത് വേണമെന്നുണ്ടെങ്കിൽ കടക്കാരോടോ മറ്റവരോടോ സ്ഥാപിച്ചിട്ട് ഒരു ഫീ കൊടുത്തിട്ട് എൻ്റെ അടുത്തുള്ള നോട്ട് കള്ളനോട്ടാണോ എന്ന് കണ്ടുപിടിക്കാൻ ആൾക്കാരെ ഒന്ന് പ്രേരിപ്പിക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ഇങ്ങനത്തെ ഒരു ബ്രഹ്മാസ്ത്രം വെച്ചിട്ട് ഞങ്ങൾ കള്ള നോട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പണലഭ്യതയിലും പണം കൈമാറ്റ വേഗതയിലും കുറവ് വരുന്നത് മൂലം ഉൽപാദന വളർച്ചയിൽ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദിവസവേതനക്കാരായ കൂലിപ്പണിക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ചെറുകിട ബിസിനസ്സുകാർ, വ്യാപാരികൾ, വീട് തോറും നടന്ന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർ എന്നിവരെ ദുരിതത്തിലാക്കും എന്നതിന് സംശയവുമില്ല. സാമ്പത്തിക രംഗം, തൊഴിലില്ലായ്മ, പെരുകുന്ന വിലക്കയറ്റം, ആഭ്യന്തര വിപണിയിലെ മാന്ദ്യം, കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുടെയും ജീവിതത്തിനുണ്ടായ തകർച്ച എന്നിവ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ പരാജയം മൂടിവെക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനമെന്ന് വീക്ഷിക്കുന്നവരും കുറവല്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ പങ്ക് എത്രയാണ് എന്നതിന് വ്യക്തമായ കണക്കില്ല. എന്നാൽ രാജ്യത്തെ തൊഴിലാളികളിൽ വലിയൊരു വിഭാഗവും അസംഘടിത മേഖലയിലാണ്. മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ പകുതിയിലേറെ വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നത്. അസംഘടിതം എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ എന്ന രീതിയിലാണ് ഇവർ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. അസംഘടിതം ഇല്ലീഗൽ അല്ല. അസംഘടിതം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. അതിന് നിയമ സപ്പോർട്ടില്ല എന്ന് പറയുന്നത് തീരെ തെറ്റാണ്. ആ രീതിയിലുള്ളത് വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം, ഒരു ലോങ് ടേം ഇഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ചയായി, നവംബർ 8 ഇത് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ 7 ദിവസം കഴിഞ്ഞു. ഒരാണ്ടിൽ 52 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചത്തെ ഈ പ്രവർത്തനങ്ങൾ നിലച്ചു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ GDP വളർച്ചാ നിരക്കിനെയും അത് എഫക്റ്റ് ചെയ്യും. വളരെ ലളിതമായി പറഞ്ഞാൽ 52-1 എന്ന് പറഞ്ഞാൽ ഒരു 2%. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് കഴിഞ്ഞ 2015-16 100 രൂപ നമ്മൾ ഉത്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു GDP വളർച്ചാ നിരക്ക് 7% വെച്ചാൽ 107 ആവണം. എന്നാൽ
അതിന് 2% കുറവ് വന്നു ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 107നെ 0.98 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 105 എന്ന് പറഞ്ഞാൽ 7% ഗ്രോത്ത് ഉള്ളത് 5% ആയിട്ട് കുറയുമെന്നാണ്. ഇതൊരു ഭീമമായ ഒരു കുറവാണ്. 1997 തൊട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും ത്രൂ ചെക്ക് ഓർ ഫണ്ട് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഓഫീസിലായാലോ ഇന്ത്യയിലുള്ള ഏത് ഓഫീസിൽ പോയാലും 1 രൂപ പോലും ക്യാഷായിട്ട് ഒരു ഇൻവെസ്റ്ററുടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളിടത്തോളം ഇതൊരു ഇഷ്യൂവേ അല്ല. അതാണ് എല്ലാവരും ഫണ്ട് ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചെക്ക് കൊടുത്താണ് എല്ലാ ഫണ്ടും ഈ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടപാടുകളുടെ 90% പണം രൊക്കം നൽകിയാണ് നടക്കുന്നത്. 500, 1000 നോട്ടുകൾ അപ്രതീക്ഷിതമായി പിൻവലിച്ചത് ചെറുകിട വ്യാപാര ബിസിനസ് മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഒറ്റയടിക്ക് പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിക്കുന്നവർ കരിഞ്ചന്തക്കാർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും ഓശാന പാടുകയാണെന്നാണ് BJPയുടെ ഭാഷ്യം. ഒരു തരത്തിലും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ഈ തീരുമാനം ബാധിക്കില്ലെന്ന് BJP വ്യക്തമാക്കി. ഇതിലെ വിരോധാഭാസം എന്ന് പറയുന്നത് 2 വർഷം മുൻപ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ ധനമന്ത്രാലയത്തിന്റെ ശുപാർശയനുസരിച്ച് 2005 മുമ്പുള്ള നോട്ടുകൾ പിൻവലിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചപ്പോൾ ഇതിനെതിരെ BJP പ്രതികരിച്ചത് വ്യത്യസ്തമായിട്ടായിരുന്നു. 2005 മുമ്പുള്ള നോട്ടുകൾ പിൻവലിക്കാനുള്ള ഒരു പുതിയ നയം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളപ്പണം എന്ന വലിയ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പരിപാടിയാണിത്. ഈ രാജ്യത്തെ 65% ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളില്ല. അതിനാൽ അവർ അവരുടെ സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടി വയ്ക്കുന്നത് ചെറിയ തുകകളായി വീടുകളിലാണ്. അവർ പലരും ജീവിക്കുന്നതിന്റെ അടുത്തെങ്ങും ബാങ്കുകളോ ബ്രാഞ്ചുകളോ ഇല്ല. സർക്കാർ നടപടി ബാധിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തെയാണ്, അല്ലാതെ കള്ളപ്പണത്തെ അല്ല എന്നാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഈ പരിപാടി ആലോചിച്ചതാണ്. മുൻ ധനകാര്യമന്ത്രി ഇത് പറഞ്ഞതാണ്. അന്ന് നഖശികാന്തം ഇതിനെതിർത്ത BJP നേതാക്കളാണ് ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ രാജ്യത്തിനും ഗുണമില്ല, ജനങ്ങൾക്കും ഗുണമില്ല. നയങ്ങളെന്ന് പറയുമ്പോൾ ഒരു സ്ഥിരമല്ലല്ലോ. നയം ഏത് കാലഘട്ടത്തിലും അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റാം. ഈ നയങ്ങൾ ഞങ്ങൾ അന്ന് പറയുമ്പോൾ അന്ന് എത്ര ശതമാനം, അന്ന് 30,000 ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ എണ്ണം 30,000 ആയിരുന്നു. 1,20,000 പോസ്റ്റ് ഓഫീസുകൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് അതല്ല സ്ഥിതി. അന്ന് എത്ര ശതമാനം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്? ഇപ്പം ജൻധൻ അക്കൗണ്ടിലൂടെ 25 കോടി ജനങ്ങൾക്ക് പുതിയ അക്കൗണ്ട് കൊടുത്തു. ബാങ്കുകളുടെ എണ്ണം കൂട്ടി, പോസ്റ്റ് ഓഫീസുകളുടെ എണ്ണം കൂട്ടി. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കണം. അന്ന് ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ആ ഒരു പിൻവലിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നപ്പോഴാണ് അന്ന് BJP അങ്ങനെ ഒരു നിലപാടെടുത്തത്. മേൽ പറഞ്ഞതെല്ലാം വ്യക്തിപരമായ പ്രശ്നങ്ങളാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കേന്ദ്രമെടുത്ത ഇത്തരം തീരുമാനങ്ങൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത് കൂടിയാണ്. കള്ളപ്പണത്തിന്റെ ഭൂരിഭാഗവും വരുന്ന വിദേശത്തേക്കുള്ള കള്ളപ്പണവും ഭൂമി, സ്വർണം തുടങ്ങിയവയിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണവും വലയിൽപ്പെടില്ല. ഇത്തരം ലക്ഷ്യങ്ങൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും സമ്പദ്ഘടനയിൽ പ്രതികൂല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാതെയും നടപ്പിലാക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് സംസ്ഥാനത്തിന്റെ വിമർശനം. അദ്ദേഹം ചെയ്ത നല്ല കാര്യമാണെന്ന് പറയുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളാണ്. അവർക്ക് അതല്ലാതെ മറിച്ച് പറയാൻ നിവർത്തിയില്ല. ഇന്നലെയും മെനിയാന്നുമായിട്ടൊക്കെ അവരുടെ വലിയ നേതാക്കൾ ഇതിന് ന്യായീകരിക്കാൻ തന്നെ വളരെ കഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരിക്കലും കേരളത്തിലെ ജനമല്ല, ഈ ഭാരതത്തിലെ ജനങ്ങൾ ഈ നടപടി മോഡിക്ക് പിന്തുണ നൽകിയില്ല, ഈ സർക്കാരിന് പിന്തുണ നൽകിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ഇന്ത്യക്ക് സാമ്പത്തിക മേഖലയിൽ രക്ഷപ്പെടാനുള്ള ഒരു അവസാനത്തെ വണ്ടിയാണ്. ഇതെല്ലാവരും കൂടി ചേർന്ന് കല്ലെറിഞ്ഞതിനെ തകർക്കാതെ ഇതിനെ സംരക്ഷിക്കുക, കണ്ണിലെ കൃഷ്ണപ്പൊടി പോലെ സംരക്ഷിക്കുക. ഈ നിലപാടിനെ രാജ്യം പുരോഗതിയിലേക്ക് പോകും. ലോകത്ത് 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും. മറ്റ് രാജ്യങ്ങൾ ഇതിനെ പിന്തുടരാൻ പോവുകയാണ്. ഇതൊരു ബോളിവുഡ് സ്റ്റൈൽ ഒരു നല്ല ഒരു അനൗൺസ്മെൻറ്റ്. അതിൻ്റെ ഫലം പാവങ്ങൾ അനുഭവിച്ചാൽ മതി, വേറെ ആർക്കും അത്ര പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ മുമ്പെങ്ങും നടക്കാത്തൊരു കാര്യമാണ് മോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. സാധാരണക്കാർ വലിയ തോതിൽ ഉപയോഗിക്കാത്ത അതിസമ്പന്നർ മാത്രം കൈവശം വയ്ക്കുന്ന കറൻസികൾ മാത്രം നിരോധിച്ചുകൊണ്ട് കൊളോണിയൽ ഭരണകൂടം ജനങ്ങളുടെ അസൗകര്യങ്ങൾക്ക് നൽകിയ പരിഗണന പോലും മോദി ഭരണകൂടം നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇത് ജനവിരുദ്ധം എന്നതുപോലെ ബുദ്ധിശൂന്യവുമാണ്. എന്നിരുന്നാൽ തന്നെയും സർക്കാരിന്റെ ഈ തീരുമാനം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഗുണപരമായ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും നർമ്മത്തിനു വഴിയൊരുക്കി നോട്ടിന്റെ ഗാഥകൾ സോഷ്യൽ മീഡിയയിൽ പൊടിപൊടിക്കുകയാണ്. VKC പ്രൈഡ് ഫോർ ദ പീപ്പിളിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു കണ്ടെത്തലുമായി അടുത്തയാഴ്ച.